നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഭരണനിർവഹണ ചരിത്രത്തിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു പേരാണ് PH കുര്യൻ എന്ന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി. നേരിട്ട തിരിച്ചടികളിലും അഭിമുഖീകരിക്കേണ്ടി വന്ന വമ്പൻ വിവാദങ്ങളിലും തരിമ്പ് പോലും തളരാതെ ശരിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ധീരത കാട്ടിയ IAS ഉദ്യോഗസ്ഥൻ. ഭരണതലത്തിലെ ഏത് കടുപ്പമേറിയ പ്രതിസന്ധികളെയും അനുഭവ കരുത്തുകൊണ്ട് മറികടന്ന അദ്ദേഹത്തിന് പകരം വെക്കാൻ മറ്റൊരു ഉദ്യോഗസ്ഥനില്ല എന്ന് അടിവരയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം അങ്ങനെ ഒരു നേർചിത്രമാണ്. 2018 കേരള രാഷ്ട്രീയത്തെയും ഭരണകൂടത്തെയും ഒരുപോലെ ഉലച്ച ഒന്നായിരുന്നു പിണറായി വിജയന്റെ ഹെലികോപ്റ്റർ യാത്രാ വിവാദം. തൃശൂരിൽ നടന്ന CPM സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വരാനും തിരികെ പോകാനുമായി നടത്തിയ ആകാശയാത്രയുടെ ചെലവായ 8 ലക്ഷം രൂപ ഓഖി ദുരിത നിവാരണ ഫണ്ടിൽ നിന്നും വകമാറ്റി അനുവദിച്ചതായിരുന്നു വിവാദമായത്. വാർത്ത പുറത്തുവന്നതോടുകൂടി വലിയ ജനരോക്ഷം ഉയരുകയും പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിയന്തര സാഹചര്യത്തിൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ മുഖം രക്ഷിക്കാൻ പല വാദങ്ങളും ഉയർന്നപ്പോൾ പ്രതിസന്ധി മുഴുവൻ ഉത്തരവിറക്കിയ റവന്യൂ സെക്രട്ടറിയുടെ തലയിൽ ചാരാനായിരുന്നു ചില കേന്ദ്രങ്ങളുടെ നീക്കം. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഭയന്ന് പിന്നാക്കം പോകാൻ PH കുര്യൻ തയ്യാറായില്ല. തന്റെ ഭാഗത്ത് തെറ്റില്ലെന്നും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നും വ്യക്തമാക്കാൻ അദ്ദേഹം കാണിച്ച ആ ആർജവം IAS വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി മാറിയിരുന്നു. മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ നേരിട്ട് ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ PH കുര്യൻ ധൈര്യം കാണിച്ചു എന്ന് തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത്. അന്നത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്ന KM എബ്രഹാമിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് താൻ ഉത്തരവിറക്കിയത് എന്ന് കുര്യൻ മുഖ്യമന്ത്രിയോട് തുറന്നടിച്ചു. തനിക്കുമേൽ കുറ്റം ചുമത്തി തടിയൂരാൻ നോക്കിയവർക്ക് മുന്നിൽ കൃത്യമായ തെളിവുകളോടുകൂടിയാണ് അദ്ദേഹം നിലയുറപ്പിച്ചത്. തന്റെ നിലപാട് കേവലം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ കൃത്യമായ രേഖകൾ നിരത്തി തന്നെ അദ്ദേഹം ക്ലിയർ ചെയ്തു. അന്നത്തെ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ഹെലികോപ്റ്റർ ആവശ്യപ്പെട്ട് നൽകിയ ഔദ്യോഗിക കത്ത് തനിക്ക് കൈമാറിയത് ചീഫ് സെക്രട്ടറി KM എബ്രഹാം ആണ് എന്ന് കുര്യൻ തെളിയിച്ചു. DGPയുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് എന്ന കാര്യം വ്യക്തമായതോടുകൂടി ഭരണകേന്ദ്രങ്ങളിലെ കള്ളക്കളികൾ പുറത്തായി. വിവാദം കൊടുമ്പിരി കൊണ്ട സമയത്ത് അന്ന് CPI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രനെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കാനും കുര്യൻ മടിച്ചില്ല. മകന്റെ വിവാഹക്ഷണക്കത്ത് നൽകാനാണ് എത്തിയത് എങ്കിലും ഹെലികോപ്റ്റർ വിഷയത്തിൽ തന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികൾ കുര്യൻ കൃത്യമായി ബോധ്യപ്പെടുത്തി. ഉദ്യോഗസ്ഥരെ മാത്രം ബലിയാടാക്കി ഒളിച്ചോടാൻ നോക്കിയ രാഷ്ട്രീയ നേതൃത്വത്തിന് മുന്നിൽ അദ്ദേഹം ഉയർത്തിയ പ്രതിരോധം വൻ ശ്രദ്ധ നേടിയിരുന്നു. അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരവിനെ കുറിച്ച് അറിഞ്ഞില്ലെന്ന വാദം ഉയർന്നെങ്കിലും അതിലെ പൊള്ളത്തരവും കുര്യന്റെ ഫയൽ നീക്കങ്ങളിലൂടെ പുറത്തു വന്നു. പുറത്തിറക്കിയ വിവാദ ഉത്തരവിന്റെ പകർപ്പ് മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കൃത്യമായി മാർക്ക് ചെയ്തിരുന്നു. ജനരോക്ഷവും പ്രതിപക്ഷ പ്രതിഷേധവും ഭയന്ന് ഒടുവിൽ അന്നത്തെ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവ് റദ്ദാക്കേണ്ടി വന്നു എന്നത് ചരിത്രമാണ്. തൃശൂരിലെ CPM ജില്ലാ സമ്മേളന വേദിയിൽ നിന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്തേക്ക് ഓഖി കേന്ദ്ര സംഘവുമായുള്ള കൂടിക്കാഴ്ചയിലും മന്ത്രിസഭാ യോഗത്തിലും പങ്കെടുത്ത ശേഷം വീണ്ടും പാർട്ടി വേദിയിലേക്ക് പറക്കുകയായിരുന്നു പിണറായി വിജയൻ. ഈ ആകാശയാത്രയ്ക്ക് ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും പണം ചെലവിട്ടത് മനുഷ്യത്വ വിരുദ്ധമാണ് എന്ന് കാട്ടി BJPയും കോൺഗ്രസും ശക്തമായ സമരങ്ങളുമായാണ് അന്ന് രംഗത്തെത്തിയത്. വിവാദങ്ങളിൽപ്പെട്ട് തളർന്നു പോകുന്ന മറ്റു പല ഉദ്യോഗസ്ഥരിൽ നിന്നും കുര്യനെ വേറിട്ട് നിർത്തിയത് അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മികവാണ്. ഈ സംഭവങ്ങൾക്ക് ശേഷം സർക്കാരിന്റെ ഏത് സുപ്രധാന ദൗത്യവും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ കഴിയുന്ന IAS ഉദ്യോഗസ്ഥനായി അദ്ദേഹം തുടരുകയായിരുന്നു. 1986 ബാച്ച് കേരള കേഡർ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന് കേന്ദ്ര സർവീസ് സെക്രട്ടറി തലത്തിലേക്ക് എംപാനൽമെന്റും ലഭിച്ചിരുന്നു. ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷവും അദ്ദേഹത്തിന്റെ സേവനം സംസ്ഥാനത്തിന് അത്യന്താപേക്ഷിതമായിരുന്നു എന്നതുകൂടി വ്യക്തമാണ്. തുടർന്ന് കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ തലപ്പത്തേക്ക് അദ്ദേഹം നിയമിതനായി. സാധാരണക്കാരായ വീട് നിർമ്മാതാക്കളെയും ഈ വസ്തു വാങ്ങുന്നവരെയും വഞ്ചിക്കുന്ന തട്ടിപ്പുകാർക്കെതിരെ കടുത്ത നിലപാടെടുത്ത ചെയർമാൻ എന്ന നിലയിൽ PH കുര്യൻ സ്വീകരിച്ച നിലപാടായിരുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ അഴിമതികളും ക്രമക്കേടുകളും തുടച്ചു നീക്കി ആ മേഖലയെ പൂർണ്ണമായും ശുദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ബിൽഡർമാരുടെയും ഏജന്റുമാരുടെയും സുതാര്യത ഉറപ്പാക്കുകയും ഉപഭോക്താക്കളുടെ പരാതികളിൽ അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് വിശ്വാസമുള്ള സ്ഥാപനമാക്കി റെറെ അദ്ദേഹം മാറ്റുകയായിരുന്നു. തനിക്ക് മുന്നിലെത്തുന്ന ഫയലുകളിൽ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ സ്വന്തം സ്വാധീനങ്ങൾക്കോ വഴങ്ങാതെ നിയമവും അതുപോലെ തന്നെ നീതിയും മാത്രം നോക്കി തീരുമാനമെടുത്തിരുന്ന PH കുര്യൻ കേരള കേഡറിലെ അപൂർവ വ്യക്തികളിൽ ഒന്നായിരുന്നു എന്നതിൽ സംശയമില്ല. വലിയ പ്രതിസന്ധികളെയും വിവാദങ്ങളെയും സ്വന്തം അനുഭവ കരുത്തും ധീരതയും കൊണ്ട് നേരിട്ട വിജയം കണ്ട PH കുര്യന് ഭരണരംഗത്ത് പകരം വെക്കാൻ മറ്റൊരാളില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ തിളക്കമാർന്ന കരിയർ അടിവരയിടുന്നത്. എന്തു കാര്യവും നടത്തിയെടുക്കാൻ മിടുക്കനായ സ്ട്രെയിറ്റ് സ്മാർട്ട് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. അന്തരിച്ച PH കുര്യനെ അദ്ദേഹത്തെ അറിയാവുന്നവർ പറയുന്ന കാര്യമാണിത്. സാധാരണക്കാരുടെ ഭാഷ സംസാരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഉദ്യോഗസ്ഥനായിരുന്നു PH കുര്യൻ. ശരിയെന്ന് തോന്നുന്ന
കാര്യങ്ങൾ ആരോടും വെട്ടി തുറന്നു പറയാനുള്ള ആർജവവും സത്യസന്ധതയും അദ്ദേഹം കാണിച്ചിരുന്നുവെന്നും PH കുര്യനെ അടുത്തറിയുന്നവർ ഓർമ്മിക്കുന്നുണ്ട്. ക്യാൻസർ മരുന്നുകളുടെ വില കുറയ്ക്കാനെടുത്ത വിപ്ലവകരമായ തീരുമാനമാണ് പ്രധാനമായി എല്ലാവരും എടുത്തു കാണിക്കുന്ന ഒന്ന്. മുൻ സിയാൽ MD VJ കുര്യൻ പറയുന്നുണ്ട്. അദ്ദേഹം മുംബൈയിൽ കൺട്രോളർ ഓഫ് പേറ്റന്റ് ആയി പ്രവർത്തിച്ച സമയത്താണ് വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കുത്തക കുറയ്ക്കാനായിട്ട് ശ്രമിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പേറ്റന്റ് ആക്ടിലെ ചട്ടങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹം ആ തീരുമാനം എടുത്തത്. വിദേശ കമ്പനികൾ നിർമ്മിച്ചിരുന്ന 2 മരുന്നുകൾ നിർമ്മിക്കാൻ ഇന്ത്യയിലെ മരുന്ന് കമ്പനികൾക്ക് അനുമതി നൽകി. ലക്ഷങ്ങൾ വിലയുണ്ടായിരുന്ന മരുന്നുകൾ 10,000-ൽ താഴെ വിലയ്ക്ക് ഇന്ത്യയിൽ ലഭ്യമായി. അതുവഴി അദ്ദേഹം ഒട്ടേറെ ശത്രുക്കളെയും അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. PH കുര്യൻ ഇല്ലായിരുന്നുവെങ്കിൽ സംസ്ഥാനത്തിന്റെ IT മേഖലയിൽ ഇന്ന് കാണുന്ന കുതിച്ചുചാട്ടം ഉണ്ടാവില്ലെന്നായിരുന്നു എന്ന് കരുതുന്നവരും ഏറെയാണ്. കേരളത്തിന്റെ സാങ്കേതിക മേഖലയിലും ഗവേണൻസിലും വിപ്ലവാത്മക മാറ്റങ്ങൾക്ക് വഴി തുറന്നത് അദ്ദേഹത്തിന്റെ പ്രധാന സംഭാവന തന്നെയാണ്. IT വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിൽ കേരളത്തിന്റെ IT ഇൻഫ്രാസ്ട്രക്ചർ ശക്തമാകുന്നതിൽ നിർണായക പങ്കാണ് PH കുര്യന് ഉള്ളത്. IT അധിഷ്ഠിത സേവനങ്ങൾ സാധാരണക്കാരിലേക്ക് നേരിട്ടെത്തിച്ച സ്ട്രീറ്റ് പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പും അക്ഷയ കേന്ദ്രങ്ങളുടെ സമഗ്ര വിപുലീകരണവും PH കുര്യന്റെ ഭരണ നേട്ടമാണ്. മോട്ടോർ വാഹന വകുപ്പിൽ ലൈസൻസുകളും അതുപോലെ രജിസ്ട്രേഷനുകളും ഇമെയിൽ വഴി തത്സമയം ലഭ്യമാക്കുന്ന ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കിയതിലൂടെ സർക്കാരിന്റെ വികേന്ദ്രീകൃത സേവന മാതൃകയ്ക്ക് വേഗത കൈവന്നു. തിരുവനന്തപുരം ടെക്നോ പാർക്കിന്റെയും കൊച്ചി ഇൻഫോ പാർക്കിന്റെയും വിപുലീകരണത്തിനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും വേഗത കൂട്ടിയത് അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടലുകൾ ആയിരുന്നു. പ്രത്യേകിച്ച് പ്രതിസന്ധികളിൽ കുടുങ്ങിക്കിടന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ തടസ്സങ്ങൾ നീക്കി തുടക്കത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേഗത നൽകുന്നതിലും ആഗോള IT കമ്പനികളെ കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിലും അദ്ദേഹം മുന്നിൽ തന്നെ നിന്ന് നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന് മലയാളി വാർത്തയുടെ പേരിൽ ആദരാഞ്ജലികൾ.